കോതമംഗലത്ത് മൂന്നാമത് ഉമ്മൻചാണ്ടി ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കോതമംഗലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടന്നു. കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചെയർമാൻ KP ബാബുവായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലേക്കുള്ള രീതി കോതമംഗലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ കോതമംഗലത്തെ പോലെ കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളെയും മനോഹരമായ രീതിയിലേക്ക് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമം നടത്തിയ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും തന്നെ നിലനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പാതകെട്ടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രഭാതത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, MS എൽദോസ്, PC ജോർജ്, അനൂപ് ജോർജ്, എൽദോസ് കീച്ചേരി, PM നവാസ്, ജോർജ് വർഗീസ്, ഇസഡ് നജീബ്, VV കുര്യൻ, PM റഫീഖ്, സലീം മംഗലപ്പാറ, വിനോയ് പുളിനാട്ട്, CV ജോസ്, TE മീരാൻ, ലിബു തോമസ്, നന്ദഗോപൻ, സഫിയ കാസിം, തങ്കപ്പൻ പുതുപ്പാടി, AK വർക്കി, KP കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. നിർദ്ദിഷ്ട ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നന്മയ്ക്കായി നിലകൊണ്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന യോഗം അനുസ്മരിച്ചു. എന്നൊക്കെ ഞാൻ പറഞ്ഞ ശേഷം അദ്ദേഹത്തെ ഒത്തിരി ആളുകൾ ഇരിക്കുന്ന അദ്ദേഹത്തിന് മുറിയിലേക്ക് എന്നെ വിളിപ്പിക്കുകയുണ്ട്. എന്നെ വിളിപ്പിച്ചിട്ട് എന്താണ് ഭാരതി വേണ്ടത്, എന്താ കാര്യം ചോദിച്ചു. ഞാൻ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയുള്ളൂ. ഒരു കുഴപ്പമില്ല, അതിനൊന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മിച്ച ഒരു മഹാമനസ്കനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും അശ്രുഗണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലൊക്കെ വളരെ നൊമ്പരങ്ങളുണ്ട്. 10,000 കൂട്ടങ്ങൾ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ബോഡി കാണുവാനായിട്ട് ഞങ്ങളെല്ലാം പോയപ്പോൾ ഞങ്ങൾ നിസ്സഹായരായി നിരാശയും വളരേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ബോഡി വരുന്നതിന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ബോഡി അങ്ങോട്ട് കൊണ്ടുവന്ന്. പക്ഷേ റോഡ് സൈഡിൽ വെച്ച് ഞങ്ങളത് കാണുകയും ബാഷ്പാഞ്ജലിയും പുഷ്പാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.